ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ മറ്റൊരു കൗതുക കാഴ്ച കൂടിയാണ് ഇന്നു മുതൽ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഡബിൾ ഡെക്കർ ബസ്. നമ്മൾ തിരുവനന്തപുരത്തും മൂന്നാറിലുമൊക്കെ കണ്ട അതിന് സമാനമായ ഒരു ബസ്സാണ്. ഏതാണ്ട് 2 കോടി രൂപ ചെലവഴിച്ചാണ് ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വപ്ന നഗരിൽ നിന്നും നഗരം ചുറ്റി ബട്ട് റോഡിലെത്തുകയും അവിടുന്ന് തിരികെ വരുന്ന രീതിയിലുമാണ് ഇതിന്റെ യാത്രാ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. വൈകിട്ട് 3 മണി മുതൽ രാത്രി 10 മണി വരെയായിരിക്കും ഈ യാത്രയുണ്ടാകുക. 5 ട്രിപ്പായിട്ടായിരിക്കും ഈ യാത്രയുണ്ടാവുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വലിയൊരു മാറ്റത്തിന് തുടക്കമിടുകയാണ്. ഇത് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്നതാണ്. നല്ല ഉയരത്തിൽ നഗരം കാണാനാകും, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കാണാനാകും. നഗരത്തിലെ ജനങ്ങൾക്ക് തന്നെ ഇതൊരു പുതിയ അനുഭവമായിരിക്കും. അതോടൊപ്പം നഗരത്തിന് പുറത്ത് വരുന്ന സഞ്ചാരികൾക്കും ഇത് ആസ്വദിക്കാൻ പറ്റും. കോഴിക്കോടിന്റെ ചരിത്രപരമായ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ, നല്ല ഇടങ്ങൾ, നല്ല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. അവിടെയൊക്കെ ഇതുപോലെ ഒരു ഓപ്പൺ വാഹനത്തിൽ വരാൻ വേണ്ടി പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണല്ലോ. ഇതിൽ യാത്രക്കാരുണ്ട്, അതോടൊപ്പം തന്നെ KSRTCയിലെ ജീവനക്കാരും ഉദ്യോഗസ്ഥരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. നമുക്ക് അവരോട് കൂടി തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയുണ്ട് യാത്ര? വളരെ സന്തോഷകരം, രസകരമാണ്. ഏതായാലും വളരെ നല്ലൊരു ആശയമാണിത്. ഇത് മറ്റു തൃശ്ശൂരും തിരുവനന്തപുരം നടപ്പിലാക്കിയ അതേ സിസ്റ്റം തന്നെയാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ഏതായാലും വളരെ നല്ലതാണ്. എല്ലാ ആശംസകളും നേരുന്നു. എങ്ങനെയുണ്ട് യാത്ര? യാത്ര അടിപൊളി യാത്രയാണ്. നഗരത്തെ മുകളിൽ നിന്ന് കാണുമ്പോൾ എങ്ങനെ തോന്നുന്നു? നല്ല ഭംഗിയായി കാണുന്നുണ്ട്. ഏതായാലും നല്ല രസമായിട്ടുണ്ട്. പുതിയൊരു അനുഭവം. കോഴിക്കോട് ഇങ്ങനെ ഒരു വണ്ടിയുടെ മുകളിൽ ഭാഗത്ത് നിന്ന് കാണാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കോഴിക്കോട് സിറ്റി ഇതുവരെ ഇത്ര ഉയരത്തിൽ നിന്ന് കണ്ടിട്ടില്ല. യാത്ര ചെയ്തുകൊണ്ട് കാണാൻ പറ്റിയതൊരു അനുഭവം, പുതിയൊരു അനുഭവം. അതിനെ അനുവദിച്ച KSRTCക്കും അതോടൊപ്പം തന്നെ മിനിസ്റ്റർക്കും നന്ദി അറിയിക്കും. നമ്മൾ തിരുവനന്തപുരത്തേക്ക് ഇത് വന്നപ്പോൾ അവിടെ കയറിയിട്ടുണ്ട്. അപ്പം നമുക്കത് നമ്മളെ നാട്ടിലും നമ്മളെ കോഴിക്കോട് സിറ്റിയിലും വരണമെന്ന് കുറേ കാലമായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് വന്നു. ഇപ്പോൾ തൃശ്ശൂർ, മൂന്നാറൊക്കെ വന്നപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ കോഴിക്കോടും കിട്ടി. നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. അതെ, അത് ആഗ്രഹമാണ്. വളരെ സന്തോഷം. എല്ലാ ജില്ലയിലും ഈ ഡബിൾ ഡെക്കർ സർവീസിന്റെ ഭാഗമായിട്ട് കോഴിക്കോടും വന്നു. KSRTC ജീവനക്കാരും കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഓപ്പറേഷൻ? വൈകുന്നേരം 3 മണിക്ക് തൊട്ട് രാത്രി 10 മണി വരെയാണ് ഇപ്പം നിശ്ചയിച്ചിരിക്കുന്നത്. ചില സാങ്കേതിക കാരണങ്ങളുണ്ടായിട്ട് മരങ്ങളൊന്നും മുറിച്ചു തീർന്നിട്ടില്ല. അതിനനുസരിച്ച് ബാക്കിയുള്ള പരിപാടികളൊക്കെ അടുത്ത തിങ്കളാഴ്ച തൊട്ടാണ് കൃത്യമായിട്ട് ഇതിന്റെ രൂപരേഖ തയ്യാറാകുക. റെഗുലർ സർവീസ് തുടങ്ങണമെങ്കിൽ ഇനിയും കാത്തിരിക്കണം. ഒരാഴ്ച. ഇപ്പോൾ ബീച്ചിലാണ് ഇപ്പം നിലവിലിപ്പം ചെയ്തു തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ടിക്കറ്റ് ചാർജ് എങ്ങനെയാണ് കാണുന്നത്? താഴെ ഭാഗത്തേക്ക് 100 രൂപയും റൈറ്റ് വന്നിട്ടില്ല. ഏകദേശം ഒരു ഇത് കാണുന്നത് മുകൾ 200 ആണ് ഇപ്പോൾ പറയുന്നത്. കൃത്യമായിട്ടാണെങ്കിൽ കുറച്ച് ദിവസത്തിന്റെ ഉള്ളിലെ ഇതിന്റെ കൃത്യമായിട്ടുള്ള ചാർജുകളൊക്കെ നമുക്ക് ഓർഡർ ആയിട്ട് എത്തുകയുള്ളൂ. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിരിക്കുന്നത് ബേപ്പൂരിലേക്കടക്കം സർവീസ് നീട്ടുന്ന കാര്യം ആലോചനയിലുണ്ട് എന്നതിനാണ്. അത്തരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു മുതൽക്കൂട്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കുറഞ്ഞ ചെലവിൽ യാത്രക്കാർക്ക്, ടൂറിസ്റ്റുകൾക്ക് നഗരം ചുറ്റിക്കാണാനുള്ള ഒരു സംവിധാനം കൂടിയാണ് ഇവിടെ ഒരുക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആദ്യ ട്രിപ്പിൽ തന്നെ വലിയ തരത്തിലെ ജനസ്വീകാര്യത ഇതിന് ലഭിച്ചു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുത്തു പറയേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.